നമ്മളിപ്പോൾ ഈ പ്രായം വെച്ചുള്ള കണക്കുകൂട്ടൽ ഇപ്പോൾ എല്ലായിടത്തും മുഖ്യമന്ത്രി എന്ന ഒരു അധിക വോട്ട് സമാഹരണ ശേഷിയുള്ള പദവിയിലിരിക്കുന്ന അധിക അഭിപ്രായം പോസിറ്റീവായിട്ട് വരാവുന്നൊരു പദവിയിലിരിക്കുന്നയാൾ അദ്ദേഹം തന്നെ മാത്രമല്ലേ ഉള്ളൂ. ബാക്കി എല്ലാവരും അതിന് താഴെയുള്ള ആളാണ്. 2 തവണയായിട്ട് സംസ്ഥാനത്തിന് മുഖ്യമന്ത്രിയായിരിക്കുന്ന മുതിർന്ന നേതാവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് കൂടുതലായിട്ട് വോട്ട് കിട്ടുന്നതിൽ ആ ഒരു സാഹചര്യമുണ്ട്. നമ്മളിപ്പോൾ എല്ലാ പ്രായം വെച്ചാണെങ്കിലും ലിംഗാനുപാതം വെച്ചാണെങ്കിലും ഒക്കെ നോക്കി അത് ഒരു ഇൻസൈറ്റ്സ് കാണുന്നവർക്ക് നൽകുന്നതാണ് അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ മറ്റു പ്രതികരണങ്ങൾ കൂടി ചേർത്ത് വായിക്കുമ്പം ഇത് മുമ്പ് നമുക്ക് കിട്ടിയിട്ടുള്ള പ്രതികരണങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിവരം തന്നെയാണ്. ഇപ്പം ഈ ഏജ് വൈസ് ആയിട്ടാണെങ്കിലും ജെൻഡർ വൈസ് ആണെങ്കിലും ഒക്കെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ശ്രീ പിണറായി വിജയന് കിട്ടുന്ന പിന്തുണ എന്ന് നമുക്ക് കാണേണ്ടി വരും. അത് വെച്ചാൽ ഒരു പക്ഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മുഖം എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പേരിന് സാധാരണ ജനങ്ങൾക്കിടയിൽ കിട്ടുന്ന സ്വീകാര്യതയാണത് വ്യക്തമാക്കുന്നത്. പക്ഷെ ഇവിടെ സൂചിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പേരുകൾ ജനങ്ങളിൽ നിന്ന് ഉയർന്നുവന്ന പേരുകളാണെന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കുറച്ച് പേരുകൾ നൽകിയിട്ട് അത് സെലക്ട് ചെയ്യാൻ അവസരം കൊടുക്കുന്നതിന് പകരം അവർക്കറിയാവുന്ന അവരെ ശ്രദ്ധിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് അവരുടെ വാർത്തകളിലും അവരുടെ നിരീക്ഷണങ്ങളിലും അവരുടെ ശ്രദ്ധയിൽ വന്നിട്ടുള്ള നേതാക്കന്മാരുടെ പേരുകൾ ജനങ്ങൾ തന്നെ ഉയർത്തി അല്ലെങ്കിൽ പ്രതികരിച്ചവർ തന്നെ ഉയർത്തി എന്നത് ഈ പ്രതികരണത്തിൻ്റെ വാല്യൂ കൂട്ടുകയാണ്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ചില സർവേകളിലെങ്കിലും നമ്മൾ കണ്ടിട്ടുള്ളത് ചില പ്രത്യേക നേതാക്കന്മാരെ അല്ലെങ്കിൽ ചില പ്രത്യേക വ്യക്തികളെ പ്രൊജക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള വളരെ കേന്ദ്രീകൃതമായ ചില ചോദ്യങ്ങൾ ചോദിച്ച് അതിലേക്ക് ഉത്തരങ്ങൾ തേടുന്ന രീതിയാണ്. പക്ഷേ ഇതിനകത്ത് ഈ സർവേക്കകത്ത് കണ്ടൊരു കാര്യം ഈ ജനങ്ങളുടെ ഓപ്പണൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം കൊടുത്തതിന് ശേഷം അവർക്ക് മുഖ്യമന്ത്രി ആരാവണം എന്ന ചോദ്യത്തിന് ഓപ്പണായിട്ട് ഉത്തരം പറയാനുള്ള അവസരം കൊടുത്തിരിക്കുകയാണ്.